ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് എടുക്കാൻ പോകുന്നത്. ഇനിയുള്ളതൊക്കെ ചാപ്റ്റേഴ്സ് കാൽക്കുലേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രോബ്ലംസൊക്കെ ചെയ്തു. ഇന്ന് നമ്മൾ പുതിയതായ ഒരു ടോപ്പിക്കാണ് സർക്കസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കടക്കുകയാണ്. എന്താ പറയുന്നത് വെച്ചാൽ, മനു ആൻഡ് ഫ്രണ്ട്സ് വെൻ ടു ദ സർക്കസ്. മനുവിൻ്റെ ഫ്രണ്ട്സും ഒരു സർക്കസിലേക്ക് പോയി. ദേ ബോട്ട് 13 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ്. ഒരു 13 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ് അവർ വാങ്ങിച്ചു. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് വാങ്ങിച്ചത്. എത്രണ്ണം വാങ്ങിച്ചു? 13 വാങ്ങിച്ചു. ഈച്ച് ഓഫ് 25 റുപ്പീസ്. ഓരോ ടിക്കറ്റിനും 25 രൂപയുണ്ട്. 25 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ 13 എണ്ണത്തിന് എത്ര രൂപയാവും? ഹൗ മച്ച് ഡിഡ് ദേ സ്പെൻഡ്? എത്ര രൂപ കൊടുത്തിട്ടാണ് അവർ 13 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് വാങ്ങിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ചെയറിനാണ് ഫസ്റ്റ് ക്ലാസ് എന്ന് അവിടെ ഒരു ചെറിയ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കും. അഡൽട്ടിന് 45 ആണ്, ചിൽഡ്രന് 25 ആണെന്ന് അവിടെ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചിൽഡ്രന് 25 എന്നുള്ളതാണ് ഇവിടെ. കുട്ടികളല്ലേ, അപ്പോൾ 25 രൂപ എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് എത്ര വയസ്സ്? ബിലോ 10 ഇയേഴ്സ് എന്ന് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഗാലറി ബെഞ്ചാണ്, അത് അഡൽട്ടിന് 30 രൂപയും ചിൽഡ്രന് 50 റുപ്പീസെന്നും അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇനി നമുക്കിതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നമുക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണം. ടീച്ചർ അവിടെ ക്വസ്റ്റ്യൻ എഴുതി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനും ആൻസർ അവിടെ സ്റ്റെപ്പായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? ആദ്യം നമുക്ക് തന്ന വിവരങ്ങൾ എഴുതണം. അപ്പോൾ നമ്പർ ഓഫ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ് 13 ടിക്കറ്റ്. ടോട്ടൽ എത്ര ടിക്കറ്റ് വാങ്ങിച്ചു എന്ന് എഴുതി. ഇനി കോസ്റ്റ് ഓഫ് 1 ടിക്കറ്റ്. ഒരു ടിക്കറ്റിൻ്റെ വില 25 റുപ്പീസാണ്. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ 13 ടിക്കറ്റിന് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 25 × 13 ചെയ്താലേ അവിടെ എത്ര രൂപ അവർക്ക് സ്പെൻഡായി എന്നറിയുള്ളൂ. നമുക്കതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. 25 × 13 ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യം 3 × 5ഉം 3 × 2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 3 × 5 എത്രയാണ്? 3 × 5 15 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നന്നായി മനസ്സിലാക്കണം. അപ്പോൾ 15ൽ നമ്മൾ 5 എഴുതിയിട്ട് 1 നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. 3 × 2 6 ആണ്. ഈ 6ൻ്റെ കൂടെ നമ്മൾ ഈ മാറ്റി വെച്ച് 1 ആഡ് ചെയ്യണം. അപ്പോൾ 7 എന്ന് ആൻസർ കിട്ടും. ഇനി ബാക്കിയുള്ള 1 കൊണ്ട് മേലത്തെ 2 ഡിജിറ്റ് ഇൻറ്റു ചെയ്യണം. 1 × 5 5 ആണ്. 1 × 2 2 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ 5 എഴുതുന്നത് എവിടെയാണ്? ഒരു ഡിജിറ്റ് ഇങ്ങോട്ട് വിട്ടിട്ട് വേണം നമ്മൾ സെക്കൻഡ് ലെയർ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അതിന് പ്ലസ് ചെയ്യാം. നമുക്ക് 5 എന്ന് ആൻസർ ചെയ്യാം. 7 + 5 12 ആണ്. 2 ഇട്ടിട്ട് 1 ക്യാരി ഓവർ. 2 + 1 3. ഈ ഒരു കണക്ക് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് മുന്നത്തെ കണക്ക് എന്താ ചെയ്തത്? 2 ഡിജിറ്റ് ഇൻറ്റു 1 ഡിജിറ്റാണ് ചെയ്തത്. ഈ ഒരു കണക്ക് 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് ആണ്. ഇനി പോകെ വേറെ കൂടുതൽ വരും. അപ്പോൾ ഇത് നല്ല തറവായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 120 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ് വർ സോൾഡ്. എത്ര? 120 ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റു എന്നാണ് അർത്ഥം. ഓഫ് ദീസ്, അതായത് 120ൽ 21 were ചിൽഡ്രൻസ് ടിക്കറ്റ്. 21 എണ്ണം കുട്ടികളുടെ ടിക്കറ്റ്സ് ആണ്. അപ്പോൾ കുട്ടികളുടെ ടിക്കറ്റ്സിന് വേറെ ഫെയറാണ്, വേറെ രൂപയാണ് കൊടുക്കുന്നത്. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ഫ്രം ചിൽഡ്രൻസ് ടിക്കറ്റ്സ്. അപ്പോൾ എത്ര രൂപ അവർക്ക് കുട്ടികളുടെ ടിക്കറ്റിൽ നിന്ന് കിട്ടും? എത്ര രൂപ അവർക്ക് കുട്ടികളുടെ ടിക്കറ്റിൽ നിന്ന് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളത് സ്റ്റെപ്പായിട്ട് എഴുതാൻ പോവുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് വരിക? ആദ്യം നമുക്ക് തന്ന വിവരങ്ങൾ എഴുതണം. അപ്പോൾ കോസ്റ്റ് ഓഫ് 1 ചിൽഡ്രൻസ് ടിക്കറ്റ്, ഒരു കുട്ടീൻ്റെ ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 25 റുപ്പീസാണ്. പിന്നെ എത്ര അങ്ങനത്തെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ് എത്രണ്ണം വിറ്റു എന്നാണ് പറഞ്ഞത്? ടോട്ടൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്സ് വിറ്റത് 120 ഫസ്റ്റ് ക്ലാസ് വിറ്റിട്ടുണ്ട്. അതിൽ എത്രണ്ണമാണ് ചിൽഡ്രൻസിൻ്റെ ടിക്കറ്റ് ഉള്ളത്? നമ്പർ ഓഫ് ചിൽഡ്രൻസ് ടിക്കറ്റ് = 21 ആണ്. പിന്നെ അടുത്തത് എമൗണ്ട് ദാറ്റ് ദേ ഗെറ്റ് ഫ്രം ദ ചിൽഡ്രൻസ് ടിക്കറ്റ്, അതായത് എത്ര എമൗണ്ട് ആണ് കുട്ടികളുടെ ടിക്കറ്റിൽ നിന്ന് കിട്ടിയത്. നമ്മളവിടെ എന്ത് ചെയ്യണം? 21 × 25 ചെയ്യണം. ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള അടുത്ത പ്രോബ്ലംസിലൊന്നും ഞാൻ വർക്കൗട്ട് ചെയ്യില്ല. നിങ്ങൾ അത് സ്വയം കണ്ടെത്തിയിട്ട് എനിക്ക് ആൻസർ ചെയ്യാം, സെൻഡ് ചെയ്യുക. ഓക്കെ, 21 × 25 നമ്മൾ ആദ്യം 5 കൊണ്ട് 21നെ ഇൻറ്റു ചെയ്യുന്നു. അതിനുശേഷം 2 കൊണ്ട് 21നെ ഇൻറ്റു ചെയ്യുകയാണ്. അത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഒരു അക്ഷരം നീക്കിയിട്ട് ഇടുന്നു, പിന്നെ അത് പ്ലസ് ചെയ്യുന്നു. ഓക്കെ, ടോട്ടൽ 525 റുപ്പീസ് അവർക്ക് ചിലവാകില്ല, അവർക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതിൽ പറയുന്നത്. ഹൗ മച്ച് ഫ്രം അഡൽട്സ് ടിക്കറ്റ്സ്. എത്ര രൂപയാണ് അഡൽട്സിൻ്റെ ടിക്കറ്റിൽ നിന്ന് കിട്ടുന്നത്? ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ 120 സോൾഡായി എന്ന് പറഞ്ഞിട്ടില്ലേ? അതിൽ 21 മാത്രമാണ് ചിൽഡ്രൻസ് ടിക്കറ്റ് ഉള്ളത്. ബാക്കിയുള്ളത് മൊത്തം അഡൽട്സ് ടിക്കറ്റാണ്. അതിൽ നിന്ന് എത്ര ചിലവായി? അതൊന്ന് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് സ്റ്റെപ്പിൽ ടോട്ടൽ നമ്പർ ഓഫ് ടിക്കറ്റ് സോൾഡ്. ടോട്ടൽ എത്ര ടിക്കറ്റ് സോൾഡ് ആയിട്ടുണ്ട്? 120 ആണ്. അതിൽ 21 ചിൽഡ്രൻസ് ആണ്. അത് നമ്മൾ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് ചിൽഡ്രൻസ് ടിക്കറ്റ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് 21. അപ്പോൾ ഇനി അഡൽസിൻ്റെ ടിക്കറ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 120 21 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 99 അഡൽസിൻ്റെ ടിക്കറ്റ് ഉണ്ടെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഒരു അഡൽട്ടിൻ്റെ ടിക്കറ്റിന് നമുക്ക് കോസ്റ്റ് ഓഫ് 1 അഡൽട്ട് ടിക്കറ്റ് 45 ആണ്. അങ്ങനെ 99 അഡൽട്ട് ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 45 × 99 ചെയ്യുമ്പോൾ എത്ര രൂപ അഡൽട്ട്സ് നിന്ന് കിട്ടി എന്നുള്ള ഉത്തരം കിട്ടി. മനസ്സിലായില്ലേ? ഇത് ഇൻറ്റു ചെയ്യാൻ അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പ്രോബ്ലംസിലൊന്നും ഞാൻ വർക്കൗട്ട് ചെയ്യില്ല, നിങ്ങൾ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 132 ഗാലറി ടിക്കറ്റ്സ് ആണ്. ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ മേലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഗാലറി ടിക്കറ്റ്സിന് എത്ര രൂപയാണ്, എന്താണ് ഗാലറി ടിക്കറ്റ്സ് എന്നുള്ളത്. അപ്പോൾ 132 ഗാലറി ടിക്കറ്റ്സ് ആണ് വിറ്റത്, വേഴ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് ദീസ് അതിൽ 132 ഗാലറി ടിക്കറ്റ്സിൽ 50 ചിൽഡ്രൻസ് ടിക്കറ്റ്സ്. അപ്പോൾ അതിൽ 50 പേരിൻ്റെ ടിക്കറ്റ്സ് ആണ് കുട്ടികളുടേത്. ഇനി ഹൗ മച്ച് ഇൻ ഓൾ ഫ്രം ഗാലറി ടിക്കറ്റ്സ്, എത്ര രൂപ കിട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് ഇൻ ഓൾ ഫ്രം ഗാലറി ടിക്കറ്റ്സ്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഗാലറി ടിക്കറ്റ്സിന് എത്ര രൂപ കിട്ടി എന്ന് ചോദിച്ചു. ഗാലറി ടിക്കറ്റ്സ് ആദ്യം നമ്മൾ 50 എടുത്തു കഴിഞ്ഞാൽ ബാക്കി അഡൽട്സിൻ്റെ ടിക്കറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 132 50 മൈനസ് ചെയ്യണം. എന്നിട്ട് ഓരോന്നിനും വ്യക്തമായിട്ട് എത്ര രൂപയായി ചെയ്തതിന് ശേഷം ചിൽഡ്രൻസിൻ്റെ വേറെ കണ്ടുപിടിക്കണം, അഡൽട്സിൻ്റെ വേറെ രൂപ കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറി ടിക്കറ്റ്സിന് എത്ര രൂപ കിട്ടിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. തന്ന വിവരങ്ങൾ വെച്ചിട്ട് വേണം നമ്മളതിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ ആദ്യം അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. ടോട്ടൽ ഗാലറി ടിക്കറ്റ്സ് സോൾഡ് ചെയ്യുന്നത് 132 ആണ്. ടോട്ടൽ എത്ര ടിക്കറ്റ് പോയി? 132 ടിക്കറ്റ്സ് പോയിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ടിക്കറ്റ് 50 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അഡൽട്ടിൻ്റെ അങ്ങനെയാണെങ്കിൽ അഡൽട്ടിൻ്റെ ടിക്കറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 132 മൈനസ് 50 ചെയ്താൽ മതി. അപ്പോൾ 132 മൈനസ് 50 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 82 എന്ന ആൻസർ കിട്ടും കേട്ടോ. 80 അല്ല, 82 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ചിൽഡ്രൻസ് ടിക്കറ്റിൻ്റെ എത്ര രൂപയാവും എന്നുള്ളത്. അപ്പോൾ ചിൽഡ്രൻസ് ഒരു ടിക്കറ്റിന് 15 രൂപയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിൽഡ്രൻസിൻ്റെ നമ്മൾ എണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് 50 ആണെന്ന്. അപ്പോൾ 50 × 15 എത്രയാണ് നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 750 ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഡൽട്സ് ടിക്കറ്റാണ്. അഡൽട്സ് ടിക്കറ്റ് ഒരു ടിക്കറ്റിന് 30 റുപ്പീസ് ആണെന്ന് അവിടെ ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഗോട്ട് ഫ്രം അഡൽട്സ് ടിക്കറ്റിൽ നിന്ന് എത്ര ടോട്ടൽ എമൗണ്ട് കിട്ടും? 30 × 82. എന്താ വെച്ചാൽ 82 ടിക്കറ്റ്സ് ആണ് അഡൽട്ട് ടിക്കറ്റ്സ്. ഇത് രണ്ടും കൂടി നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 82 × 30. അപ്പോൾ 0 കൊണ്ട് രണ്ട് ഭാഗത്തിന് ഇൻറ്റു ചെയ്താൽ നമുക്ക് 0 എന്ന ആൻസർ കിട്ടും. 3നെ നമുക്ക് ഇൻറ്റു ചെയ്താൽ നമുക്ക് 246 ആൻസർ കിട്ടും. നമുക്ക് അത് രണ്ടും കൂടി നമുക്ക് ആൻസർ ടോട്ടൽ 2460 ആൻസർ കിട്ടും. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ മച്ച് മണി ഡിഡ് ദേ ഗെറ്റ് ഇൻ ഓൾ ദാറ്റ് ഡേ. ആ ഒരു മാസം അവർക്ക് എത്ര മണിയാണ് കിട്ടിയത്? ഗാലറിയിൽ നിന്നും ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും എത്ര മണിയാണ് കിട്ടിയത് എന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ നേരത്തെ കൂട്ടി കണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് നമുക്ക് ചെയ്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൻ്റെയാണ് കാണാൻ പോകുന്നത്. എമൗണ്ട് ഗോട്ട് ഫ്രം ദ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ചിൽഡ്രൻസ് ടിക്കറ്റിന് എത്ര രൂപ കിട്ടി, അഡൽട്ട്സ് ടിക്കറ്റിന് എത്ര രൂപ കിട്ടിയെന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ചിൽഡ്രൻസ് ടിക്കറ്റ്സിന് എത്ര കിട്ടിയിട്ടുണ്ട്? 525 റുപ്പീസാണ്. അഡൽട്ട്സിൻ്റെ ടിക്കറ്റിൽ നിന്ന് 4455 റുപ്പീസാണ്. ഇനി അത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ ആൻസർ എത്രയാണ്? 4980 റുപ്പീസാണ് ടോട്ടൽ ഫസ്റ്റ് ക്ലാസ് എന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഗാലറിയിൽ നിന്ന് നോക്കാം. ഗാലറിയിലെ എമൗണ്ട് ഗോട്ട് ഫ്രം ദ ഗാലറി ഫ്രം ചിൽഡ്രൻസ് ടിക്കറ്റ്സിന് 750 റുപ്പീസും കിട്ടിയിട്ടുണ്ട്. ഫ്രം ദ അഡൽട്ട്സ് ടിക്കറ്റ്സിന് 2460 റുപ്പീസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. അതായത് ചിൽഡ്രൻസിൻ്റെയും അഡൽട്ടിൻ്റെയും കൂടി പ്ലസ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 2460 + 750. ഇപ്പോൾ ടോട്ടൽ 3210 എന്ന ആൻസർ കിട്ടും. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് ഫ്രം ഗാലറിയും ഫസ്റ്റ് ക്ലാസ്സും കൂടി നമുക്ക് പ്ലസ് ചെയ്ത് എത്ര കിട്ടും? 3210ഉം 4980 കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 8190 റുപ്പീസാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുക. ഇതാണ് ടോട്ടൽ അവർക്ക് രൂപ കിട്ടിയത് ആ ഒരു വർഷത്തേക്ക്, ആ ഒരു ദിവസത്തേക്ക്. ആ പേജിൽ തന്നെ ആ ഒരു ബോക്സിൽ അവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് വർക്ക് ഒരു ഇൻറ്റു ചെയ്യാനുള്ളത്. അതൊന്ന് നിങ്ങൾ നോട്ടിലോട്ട് ചെയ്ത് നോക്കുക.